7 മണിക്ക് മുൻപൊക്കെ എഴുന്നേൽക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും റീസൺ ഇല്ലാതെയൊന്നും ഞാൻ എഴുന്നേൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ റീസൺ വേറൊന്നുമല്ല, നമ്മളൊരു ടൂറ് പോവുകയാണ്. ഇത് ടൂറല്ല, ആക്ച്വലി തീർത്ഥാടനമാണ്. പക്ഷേ ഞാനൊക്കെ ഇത് ടൂറായിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ ടൂറ് പോകുന്നത് വേളാങ്കണ്ണിക്ക് മാത്രമാണ് ഗൈസ്. വർഷത്തിൽ 3 ചിലപ്പോൾ 4 തവണയും പോവും ടൂറ്. പക്ഷേ എല്ലാ ടൂറും നേരെ വേളാങ്കണ്ണിക്കാണ് എത്തിപ്പെടുന്നത്. നമ്മൾ ഹോട്ടലിൽ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ലാസ്റ്റ് ബിരിയാണി കഴിക്കില്ലേ ഗൈസ്, ചിക്കൻ ബിരിയാണി കഴിക്കുന്ന പോലെ നമ്മളെല്ലാവരും കൂടി ഒരു പ്ലാൻ ചെയ്യും. ലാസ്റ്റ് അത് എത്തിപ്പെടുന്നത് വേളാങ്കണ്ണിയിലായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ടൂർ എന്നല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വേണ്ട കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിയണമല്ലോ ഗൈസ്. അപ്പോൾ അതിരാവിലെയല്ലേ, വേഗം ചായ കുടിച്ചപ്പോൾ നമ്മളിന്ന് പോകുന്നത് അർബാനിയേക്കാണ്. സാധാരണ നമ്മൾ ട്രാവലർ എടുത്ത് അല്ലെങ്കിൽ ട്രെയിനൊക്കെയാണ് പോവാറ്. പക്ഷേ ഇന്ന് നമ്മളൊരു ചേഞ്ചിന് വേണ്ടി അർബാനിയ ബുക്ക് ചെയ്തു. റേറ്റ് കുറച്ച് മറ്റേതിനെക്കാട്ടി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിലും കുറച്ചും കൂടി സേഫ്റ്റിയും പിന്നെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് ഓർത്ത്, പിന്നെ എല്ലാവരും കൂടി ഷെയർ ഒക്കെ ഇട്ടാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെയാണ് ഇന്ന് പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തിയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. ഒരു കാറിന് വരുന്ന ഫീലായിരുന്നു. നമ്മൾ സാധാ ട്രാവലറിനൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചധികം ടയേർഡ് ആകാറുണ്ട്. പക്ഷേ ഇതൊട്ടും ടയേർഡായില്ല. നമ്മൾ നേരത്തെ എത്തുകയും ചെയ്തു ഇവിടെ. അപ്പോൾ ഒട്ടും ക്ഷീണമൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ പുട്ടും മുട്ടക്കറിയായിരുന്നു. അത് നമ്മളൊരു പമ്പിൽ പോയിരുന്നു. ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പമ്പാണ്. ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. നല്ലൊരു പ്ലേസ് ആയിരുന്നു. അവിടെ പോയിരുന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇത് നമ്മൾ അടുത്തുനിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. രാവിലത്തെ ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കിയില്ല, എല്ലാം ഓർഡർ ചെയ്തു. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും പല പല കറികളൊക്കെ എടുത്ത് ആണ് നമ്മൾ പോയത്. പിന്നെ അതേ റൂത്ത് പണി നടത്തി അവിടെ ചെന്നപ്പോൾ തന്നെ ആൾ അപ്പിയിട്ടു ഗൈസ്. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് കഴുകി നമ്മൾ സെറ്റാക്കിയിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് ഓർത്ത്. അവിടെ ആണെങ്കിൽ നല്ല ഒരു ഗാർഡൻ ആയിരുന്നു. അവിടെ കോഴികളും താറാവും പല സൈസൊക്കെ കുറേ